ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ നോക്കടാ, ആദ്യത്തെ റിയാക്ഷൻ ആണ് സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് മാർക്കോണിക്കോഫ്സ് റൂൾ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മാർക്കോണിക്കോഫ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ചെയ്യണം. എന്താടാ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ആള് HBr ആഡ് ചെയ്തു. ആഡ് ചെയ്തു? HBr. HBrൽ ആരൊക്കെയുണ്ട്? H+ ഉണ്ട്, Br- ഉണ്ട്. മക്കളെ, ഏത് റൂള് വെച്ചാൽ ആഡ് ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളിവിടെ ആഡ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് മാർക്കോണിക്കോഫ്സ് റൂളാണ്. ഏത് റൂള് വെച്ചിട്ടാണ് നമ്മളിവിടെ HBr ആഡ് ചെയ്യുന്നത്? അത് മാർക്കോണിക്കോഫ്സ് റൂള് വെച്ചിട്ടാണ്. എന്താ മക്കളെ മാർക്കോണിക്കോഫ്സ് റൂള് പറയുന്നത്? പോസിറ്റീവ് പാർട്ട് എങ്ങോട്ട് ആഡ് ചെയ്യണമെന്നാ പറയുന്നത്? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിക്ക് പോസിറ്റീവ് പാർട്ട് എങ്ങോട്ട് ആഡ് ചെയ്യേണ്ടത്? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ടും നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യേണ്ടത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള ഭാഗത്തോട്ടുമാണ്. പോസിറ്റീവ് പാർട്ട് ആഡ് ചെയ്യേണ്ടത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്കും നെഗറ്റീവ് പാർട്ട് ആഡ് ചെയ്യേണ്ടത് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്കാം. എടാ, CH2 ഉണ്ടല്ലോ, ഇതിൽ CH2ലല്ലേ മോർ നമ്പർ ഹൈഡ്രജൻ ഉള്ളത്? അപ്പോൾ അതിലോട്ട് പോസിറ്റീവ് പാർട്ട്. CHലാകെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അപ്പോൾ അതിലോട്ട് നെഗറ്റീവ് പാർട്ട്. പോസിറ്റീവ് പാർട്ട് മോർ നമ്പർ ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക്, നെഗറ്റീവ് പാർട്ട് ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ട്. ഇനി എന്താ ചെയ്യുക മക്കളെ? CH3 കിട്ടി, സിംഗിൾ ബോണ്ട്. CHക്ക് ഒരു Br വന്നാൽ അത് CHBr ആണ്. ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇവിടെ സിംഗിൾ ബോണ്ട് ആവും. CH2ലോട്ട് ഒരു H കൂടി വന്നാൽ അത് CH3 ആണ്. ഈ റൂൾ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോഫ്സ് അഡീഷൻ റൂള്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷനാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള റിയാക്ഷനാണ്. അടുത്തതാണ് വുഡ്സ് റിയാക്ഷൻ. എന്താ മക്കളെ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്? വുഡ്സ് റിയാക്ഷൻ ഇത്രയേ ഉള്ളൂടാ. ഞാനൊരു ആൽക്കൈൽ ഹാലൈഡ് RX എടുത്തു, അതിലോട്ട് ഞാൻ 2 സോഡിയം ആഡ് ചെയ്യുന്നു. 2 സോഡിയം ആഡ് ചെയ്യുമ്പോൾ ഞാൻ 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. ഇനി എന്താ സംഭവിക്കുക? ഈ റിയാക്ഷൻ നടത്തുക ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷൻ നടക്കുക ആരുടെ പ്രസൻസിലാണ്? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ്. അപ്പം എന്താ സംഭവിക്കുക മക്കളെ? ഇവിടെയുള്ള എക്സിനെയും 2Na കൂട്ടി പുറത്തോട്ട് പോകും. 2Na 2Xനെ കൂട്ടി റിമൂവ് ആയി. ബാക്കി ആരാ? 2NaX ആണ്. ബാക്കിയുള്ള ആളുകളെ തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇവിടെ ഒരു R ഗ്രൂപ്പ് ബാക്കി, ഒരു R ഗ്രൂപ്പ് ബാക്കി. R സിംഗിൾ ബോണ്ട് R, അതാണ് മക്കളെ ആൽക്കെയിൻ എന്ന് പറയുന്ന ആള്. ഓക്കെ അല്ലേ? അപ്പോൾ ആൽക്കൈൽ ഹാലൈഡുകളെ സോഡിയവുമായി ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈന് കിട്ടുന്ന ആ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. ഇനി മക്കളെ, എന്താണ് കറാഷ് എഫക്റ്റ്? കറാഷ് എഫക്റ്റ് എന്ന് കണ്ടാൽ മക്കൾ വേറെ ഒന്നും ആലോചിക്കണ്ട, അത് ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂള് തന്നെയാണ്. കറാഷ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏത് റൂള് തന്നെയാണ്? ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂള് തന്നെയാണ്. എന്താണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂള്? നേരത്തെ പറഞ്ഞ ആളെ വെച്ചിട്ട് തന്നെ കാണിച്ചുതരാം. CH3 CH ഡബിൾ ബോണ്ട് CH2, അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ആള് HBr ആണ്. പക്ഷേ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക അറിയോ? ആരോ മാർക്കിൻ്റെ മേലെ നിങ്ങൾ പെറോക്സൈഡ് എന്ന് കാണും. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ആരോ മാർക്കിൻ്റെ മേലെ നിങ്ങൾ ആരെ കാണൂട? പെറോക്സൈഡ് എന്ന് കാണും. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നോ ബെൻസോയിൽ പെറോക്സൈഡ് എന്നോ കണ്ടാൽ നിങ്ങൾ പിന്നെ അവിടെ മാർക്കോണിക്കോഫ് റൂൾ യൂസ് ചെയ്യരുത്. ഏത് റൂളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് മക്കളെ ആൻറ്റി മാർക്കോണിക്കോഫ്സ് റൂള് പറയുന്നത്? എന്താ ആൻറ്റി മാർക്കോണിക്കോഫ് റൂള് പറയുന്നത്? പോസിറ്റീവ് പാർട്ട്
മാർക്കോണിക്കോഫിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പോസിറ്റീവ് പാർട്ട് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ടും നെഗറ്റീവ് പാർട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ടും. പോസിറ്റീവ് പാർട്ട് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ടും നെഗറ്റീവ് പാർട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ടും. ഇപ്പോൾ പോസിറ്റീവ് പാർട്ട് CHലോട്ട് ലെസ് നമ്പർ ഹൈഡ്രജൻ, നെഗറ്റീവ് പാർട്ട് CH2ലോട്ട് മോർ നമ്പർ ഹൈഡ്രജൻ. അപ്പോൾ എന്താ വരിക? CH3 CHൻ്റെ കൂടെ ഒരു H കൂടി വന്നാൽ അത് CH2 ആണ്. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. CH2ക്ക് ഒരു Br വന്നാൽ അത് CH2Br ആണ്. ഇതാണ് ഏത് എഫക്റ്റ്? കറാഷ് എഫക്റ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. മറന്നു കളയരുത്. വുഡ്സ് റിയാക്ഷനും കറാഷ് എഫക്റ്റും. ഓക്കെ, ഇനി നോക്കടാ, ഇത് വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. എടാ, ആൽക്കഹോളിക് KOH എന്ന് ആരോ മാർക്കിൻ്റെ മേലെ നിങ്ങൾ കണ്ടാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ്റെ പേര് ബീറ്റ എലിമിനേഷൻ എന്ന. ആരോ മാർക്കിൻ്റെ മേലെ ആൽക്കഹോളിക് KOH എന്ന് കണ്ടാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ്റെ പേരെന്താടാ? അത് ബീറ്റ എലിമിനേഷനാണ്. എന്താ ബീറ്റ എലിമിനേഷൻ? ആദ്യം ബീറ്റ എലിമിനേഷനിൽ ക്ലോറിൻ ഹാലോജൻ റിമൂവ് ആവും. ഈ ക്ലോറിൻ കണക്ട് ചെയ്ത കാർബൺ നിങ്ങൾ ആൽഫ കാർബൺ എന്നാ വിളിക്കുക. ആൽഫയുടെ തൊട്ടപ്പുറത്തുള്ള കാർബൺ ബീറ്റ. മറക്കരുത്, ക്ലോറിനാണ്. ആ ക്ലോറിൻ കണക്ട് ചെയ്ത കാർബൺ ആൽഫ കാർബൺ ആണ്. ആൽഫ കാർബണിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺ ബീറ്റയാണ്. ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ ഒഴിവാവും. ആൽഫയിൽ നിന്നല്ല ഹൈഡ്രജൻ ഒഴിവാവുക, ബീറ്റയിൽ നിന്നാണ്. ബാക്കി ആരാ ഉള്ളതടാ? CH3 ഹൈഡ്രജൻ പോയാൽ CH2. ഇവിടെ ഇനി CH2 മാത്രം ബാക്കി. അപ്പോൾ ഡബിൾ ബോണ്ട്. ഇതാണ് അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതേത് റൂളാ? മാർക്കോണിക്കോഫ് റൂളാ. കണ്ടാൽ മനസ്സിലാവും. H+ഉം Br- H CH2ലോട്ടും Br ഇതിലോട്ടും. മാർക്കോണിക്കോഫ് റൂള് പ്രകാരം CH3 CHലോട്ടൊരു Br വന്നു കഴിഞ്ഞാൽ CH-Br ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഇതിക്കൊരു H വന്നാൽ CH3 അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ്സ് അഡീഷൻ റൂള്. എടാ, ഇതെന്താ സംഭവിക്കുക? ഒരു ബെൻസീൻ റിങ്ങിലോട്ട് നിങ്ങൾ ഹാലോജൻ അല്ലെങ്കിൽ ക്ലോറിൻ ആഡ് ചെയ്യുന്നു. ഒരു ബെൻസീൻ റിങ്ങിലോട്ട് നിങ്ങൾ ഹാലോജൻ, ഇവിടെ ക്ലോറിനാ. ആരുടെ പ്രസൻസിലാണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്? അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിലാണ്. ആരുടെ പ്രസൻസിലാണ്? അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിലാണ്. അപ്പോൾ ഈ ക്ലോറിൻ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ കയറി വരും. ദാറ്റ് ഈസ് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ക്ലോറിൻ വന്നാൽ അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ക്ലോറോബെൻസീൻ. ആരാ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ്? അത് ക്ലോറോബെൻസീൻ ആണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. മറന്നു കളയരുത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ എന്ന ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നോക്കടാ. Give the chemical equation for the steps involved in ozonolysis എന്ന് പറയുന്ന റിയാക്ഷൻ. ആരുടെ? പ്രൊപ്പീനിൻ്റെ ഓസോണോലിസിസ്. മക്കളെ, സാറ് ട്രിക്ക് കാണിച്ചുതരാം. പ്രൊപ്പീൻ ആദ്യം ഞാൻ വരച്ചു. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് പ്രൊപ്പീൻ. ഓസോണോലിസിസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ഓസോൺ ആഡ് ചെയ്യുക, O3 ആഡ് ചെയ്യുക. ഓസോൺ ആഡ് ചെയ്യുമ്പോൾ ട്രിക്ക് എന്താണെന്നറിയോ? ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക. എന്താ ട്രിക്ക്? ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഒഴിവാക്കുക. ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ കയറ്റേണ്ട ട്രിക്ക് അതാണ്. ഡബിൾ ബോണ്ട് അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു, ഡബിൾ ബോണ്ട് അങ്ങോട്ട് ഒഴിവാക്കി. ആ ഡബിൾ ബോണ്ട് പോയ 2 കാർബണിലോട്ട് 2 ഓക്സിജൻ കൊടുക്കുക. അത് മാത്രമല്ല, മൂന്നാമത്തെ O3 അല്ല ആഡ് ചെയ്യുന്നത്, മൂന്നാമത്തെ ഓക്സിജൻ രണ്ടിനും കോമൺ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു ഓക്സിജൻ. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഓസോണൈഡ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഓസോണൈഡ്. അപ്പോൾ മക്കളെ, ഒരു പ്രൊപ്പീൻ എടുത്തു, അതിനെ ഓസോൺ ആഡ് ചെയ്തു, ഡബിൾ ബോണ്ട് മായ്ച്ചു കളയുക. ആ ഡബിൾ ബോണ്ട് പോയ 2 കാർബണിലോട്ടും ഓക്സിജൻ കൊടുത്തു, ഒരു ഓക്സിജൻ കോമൺ ആയിട്ടും എഴുതി. ഈ വീട് പോലുള്ള സ്ട്രക്ചറിനെ ഓസോണൈഡ് എന്നാ വിളിക്കുക. ഇതിലോട്ട് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക്. സിങ്കിൻ്റെ പ്രസൻസിൽ ഇതിലോട്ട് നിങ്ങൾ ആര് ആഡ് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ആവും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും. ഓക്കെ അല്ലേ? ഇനി ആരാ? 2 ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആയി. ഇവിടെ CH3 CHO. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് CH3CHO. ഇതിന് 2 കാർബണുള്ള ആൾഡിഹൈഡിനെ മക്കൾ വിളിക്കുന്ന പേര് എത്തനാൾ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? എത്തനാൾ. അടുത്ത പ്രൊഡക്റ്റ് ആരാ? CH2O. CH2O എനിക്ക് എങ്ങനെ എഴുതാം?
HCHO എന്ന് എഴുതാം. CH2O എന്ന് വൃത്തിക്ക് എഴുതാണെങ്കിൽ ആരാ? HCHO. ഒരു കാർബണുള്ള ആൽഡിഹൈഡിനെ നിങ്ങൾ വിളിക്കുന്ന പേര് മെത്തനാളാണ്. അപ്പോൾ പ്രൊപ്പീനിനെ ഓസോണോളിസിസ് നടത്തിയപ്പോൾ എനിക്ക് എത്തനാളും കിട്ടി, മെത്തനാളും കിട്ടി. ഈ സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മറന്നേക്കരുത്. ഓക്കെ അല്ലടാ? യെസ്. നെക്സ്റ്റ് നോക്കടാ, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. എടാ ധാരാള് ബെൻസീനാണ്, അതിലോട്ട് 3H2 ആഡ് ചെയ്യുന്നു. നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലും ഹീറ്റാക്കുകയും ചെയ്താൽ ഈ ബെൻസീൻ്റെ ഡബിൾ ബോണ്ടൊക്കെ പൊട്ടിയിട്ട് ബെൻസീൻ ആരായിട്ട് മാറുമെന്നറിയോ? ബെൻസീൻ്റെ ഡബിൾ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ ബെൻസീൻ്റെ പേരെന്താ? ബെൻസീൻ്റെ പേര് സൈക്ലോഹെക്സെയിൻ എന്ന. ബെൻസീൻ്റെ ഡബിൾ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് ആരായിട്ട് മാറുടാ? ബെൻസീന് സൈക്ലോഹെക്സെയിൻ ആയിട്ട് മാറും. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്, മറന്നു കളയരുത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐസോമറൈസേഷനും അരോമറ്റൈസേഷനും. എന്താണ് ഐസോമറൈസേഷൻ? ഇപ്പം സാറ് 6 കാർബണുള്ള ഒരു ചെയിൻ എടുക്കുകയാണ്. 6 കാർബണുള്ള ഒരു ചെയിന്, 6 കാർബണുള്ള ഈ ചെയിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഹെക്സെയിൻ എന്നാണ്. എന്താ വിളിക്കുക? ഹെക്സെയിൻ എന്നാ വിളിക്കുക. ഈ ഹെക്സെയിനെ ഞാൻ അൺഹൈഡ്രസ് AlCl3യും അതുപോലെ തന്നെ HCl ഗ്യാസും വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഹെക്സെയിനെ ഞാൻ ആരെ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു? അൺഹൈഡ്രസ് AlCl3യും HCl ഗ്യാസും വെച്ച് ട്രീറ്റ് ചെയ്താൽ ഇതിൻ്റെ ഐസോമർ ഉണ്ടാവും. ഈ ഇവിടെയുള്ള ഹെക്സൈൻ്റെ ഐസോമർ ഉണ്ടാവും. ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഇയാളുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഏതൊരു ഐസോമർ എഴുതാം. ഞാനിവിടെ ഉണ്ടാക്കിയ ഐസോമർ ഇതാണ്. ഏത് ഐസോമറും മക്കൾക്ക് എഴുതാം, അതൊന്നും പ്രശ്നമല്ല. ഞാനിവിടെ ഉണ്ടാക്കിയ ഐസോമർ ഇയാളാണ്. ഈ ഐസോമർ ആണോ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണോ നോക്കിയാൽ മതി. ഇവിടെ 6 കാർബൺ C6, 14 ഹൈഡ്രജൻ ആണ്, H14 ആണ് ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല. ഇവിടുത്തെ മോളിക്കുലാർ ഫോർമുല ഒക്കെ ടോട്ടൽ 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ 3 2 5, 5 2 7, 7 3 10, 14 അല്ലേ? 14 ഹൈഡ്രജൻ. അതായത് രണ്ട് കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ഐസോമറൈസേഷൻ റിയാക്ഷൻ. ഐസോമറൈസേഷൻ നടത്താൻ നിങ്ങൾ ആഡ് ചെയ്യുന്ന ആൾ അൺഹൈഡ്രസ് AlCl3യും HCl ഗ്യാസുമാണ്. ഇനി എന്താ സാറേ അരോമറ്റൈസേഷൻ? അരോമറ്റൈസേഷനിൽ ഞാൻ ഇതേപോലെ ഹെക്സൈൻ എടുക്കുന്നു. 6 അതിൽ കൂടുതൽ കാർബൺ ഉള്ള ആൾ എടുക്കാട്ടോ. 6 അതിൽ കൂടുതൽ കാർബൺ ഉള്ള ആൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ആൾ ഹെക്സൈൻ ആണ്. ആ ഹെക്സൈനെ മക്കളെ ഞാൻ ഹീറ്റ് ചെയ്യാണ്. 773 കെൽവിനിൽ ഹീറ്റ് ചെയ്യുന്നു. പ്രഷർ 10 to 20 atm. 773 കെൽവിനിൽ ചൂടാക്കുകയാണ്. പ്രഷർ 10 to 20 atm ആണ്. യൂസ് ചെയ്യാവുന്ന കാറ്റലിസ്റ്റ് ഒന്നെങ്കിൽ V2O5 വെനേഡിയം പെൻഡോക്സൈഡ്, അല്ലെങ്കിൽ ക്രോമിയത്തിൻ്റെ ഓക്സൈഡ് Cr2O3, അല്ലെങ്കിൽ MO2O3. ആരാ MO2O3? മോളിബ്ഡിനത്തിൻ്റെ ഓക്സൈഡ്. ഇതിലാരെങ്കിലും ഒരാളെ V2O5, Cr2O3 അല്ലെങ്കിൽ MO2O3 ആരെങ്കിലും ഒരാളെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ടെമ്പറേച്ചർ 773 കെൽവിൻ ആണ്. പ്രഷർ 10 to 20 atm ആണ്. അപ്പോൾ ഈ ഹെക്സൈന് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. ഹെക്സൈൻ ഏത് അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടാണ് മാറുക? 6 കാർബൺ ഉള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. അതാരാ മക്കളെ? ബെൻസീൻ ആയിട്ട് മാറും. ഹെക്സൈൻ ആരായിട്ട് മാറും? ബെൻസീൻ ആയിട്ട് മാറും. ഈ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് അരോമറ്റൈസേഷൻ. എന്താ വിളിക്കുക? അരോമറ്റൈസേഷൻ. മറന്നു കളയരുത്. ഐസോമറൈസേഷനും അരോമറ്റൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റിയാക്ഷൻ നോക്കടാ. ബെൻസീനിക്ക് 3H2 നിക്കൽ ഹീറ്റ് പഠിച്ചു കഴിഞ്ഞു. 3 ഹൈഡ്രജനും നിക്കൽ ഹീറ്റും ആഡ് ചെയ്താൽ ബെൻസീൻ റിങ് ആരായിട്ട് മാറുമെന്ന് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. ബെൻസീൻ റിങ് സൈക്ലോഹെക്സൈൻ ആയിട്ട് മാറും. ബെൻസീൻ റിങ് ആരായിട്ട് മാറും? സൈക്ലോഹെക്സൈൻ ആയിട്ട് മാറും. അത് സാറ് തൊട്ട് മുമ്പ് പഠിപ്പിച്ചു. ഇനി നോക്കടാ, ബെൻസീനിലോട്ട് CH3COClഉം അൺഹൈഡ്രസ് AlCl3 കൂടി ആഡ് ചെയ്ത് ചൂടാക്കുക. CH3COClഉം അൺഹൈഡ്രസ് AlCl3 കൂടി ആഡ് ചെയ്താൽ സാറ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഏത് ഗ്രൂപ്പ് കടന്നു വരും എന്നറിയോ? COCH3 ഗ്രൂപ്പ് കടന്നു വരും. ബെൻസീൻ റിങ്ങിൻ്റെ മേലെ COCH3 ഗ്രൂപ്പ് കടന്നു വന്നാൽ ഇതിനെ നിങ്ങൾ അസറ്റോഫീനോൺ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? അസറ്റോഫീനോൺ. ബെൻസീൻ റിങ്ങിൻ്റെ മേലെ COCH3 ഗ്രൂപ്പ് വന്നാൽ അതിനെ നിങ്ങൾ
നിങ്ങൾ വിളിക്കുന്ന പേര് അസറ്റോഫിനോണ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ബെൻസീൻ റിങ്ങിലോട്ട് CH3COCl-ഉം അൺഹൈഡ്രസ് AlCl3യും ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന ആ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേര് ഫ്രിഡൽ ക്രാഫ്റ്റിൻ്റെ അസൈലേഷൻ എന്നാണ്. അതിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാ? അസറ്റോഫിനോണ. ബെൻസീൻ റിങ്ങിലോട്ട് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഏത് ഗ്രൂപ്പ് വരും എന്നറിയോ? SO3H എന്ന് പറയുന്ന ഗ്രൂപ്പ് വരും. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ SO3H വന്നാൽ അതിൻ്റെ പേരാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. SO3H ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ കടന്നു വന്നാൽ അതിനെ വിളിക്കുന്ന പേരെന്താടാ? ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ്. അപ്പോൾ ബെൻസീനിലോട്ട് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ് കിട്ടുക. മറന്നു കളയരുത്. അടുത്ത റിയാക്ഷൻ നോക്കടാ. 3 ഈത്തൈൻ എടുത്തു. CH ട്രിപ്പിൾ ബോണ്ട് CH ഈത്തൈന. അതിലോട്ട് റെഡ് ഹോട്ട് അയൺ ട്യൂബിലിട്ടിട്ട് അതിനെ 873 കെൽവിനിൽ ചൂടാക്കിയാൽ ഇയാൾ ആരായിട്ട് മാറും എന്നറിയോ? ബെൻസീനായിട്ട് മാറും. ഇയാൾ ആരായിട്ട് മാറും മക്കളെ? ബെൻസീനായിട്ട് മാറും. മറന്നു കളയരുത്. ഇനി ബെൻസീൻ റിങ്ങിലോട്ട് 6Cl2 എന്തിൻ്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് AlCl3 ഡാർക്ക് കോൾഡ് കണ്ടീഷനിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അൺഹൈഡ്രസ് AlCl3 ഡാർക്ക് കോൾഡ് കണ്ടീഷനിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ബെൻസീനിൻ്റെ എല്ലാ സൈഡിലും ക്ലോറിൻ കടന്നു വരും. ബെൻസീനിൻ്റെ എല്ലാ സൈഡിലും ക്ലോറിൻ കടന്നു വരും. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഹെക്സാക്ലോറോ ബെൻസീൻ. എന്താ അതിനെ വിളിക്കുക? ഹെക്സാക്ലോറോ ബെൻസീൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹെക്സാക്ലോറോ ബെൻസീൻ. മക്കളെ, ഇതേ റിയാക്ഷൻ തന്നെ വേറൊരു റിയാക്ഷനും കൂടി ഒന്ന് ഓർത്തിരുന്നോ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ബെൻസീൻ റിങ്ങിലോട്ട് ഞാൻ 6Cl2 പകരം 3Cl2 ആഡ് ചെയ്യുന്നു. അൾട്രാ വയലറ്റ് UVയുടെ പ്രസൻസിൽ 500 കെൽവിൻ ടെമ്പറേച്ചറും. അൾട്രാ വയലറ്റ് 500 കെൽവിൻ 3Cl2 ആണ് എന്നുണ്ടെങ്കിൽ ആ ബെൻസീൻ റിങ്ങിൻ്റെ ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാ സൈഡിലും ക്ലോറിൻ കടന്നു വരും. ഇതിൻ്റെ പേരാണ് മക്കളെ, പഠിച്ചോ, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. എന്താ ഈ കോമ്പൗണ്ടിൻ്റെ പേര്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ദാറ്റ് ഈസ് BHC എന്ന് ഷോർട്ടായിട്ട് വിളിക്കും. ബെൻസീൻ ഹെക്സാക്ലോറൈഡ്, ദാറ്റ് ഈസ് BHC എന്ന് ഷോർട്ടായിട്ട് വിളിക്കും. അപ്പോൾ ഇവിടെ ഹെക്സാക്ലോറോ ബെൻസീനാ കിട്ടുക. UV 500 കെൽവിൻ ആണെങ്കിൽ ബെൻസീൻ ഹെക്സാക്ലോറൈഡാ കിട്ടുക. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്. സാറേ വീഡിയോയിൽ പറഞ്ഞ ഒരു റിയാക്ഷനും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് എക്സാമിന് ഷുവറാണ്. പഠിച്ചു വെച്ചോ. ഇപ്പം തന്നെ എഴുതി സെറ്റാക്കി പഠിക്കുക മക്കളെ.